नमस्ते बच्चे। हमारा चौथा पाठ एक कविता है। कविता का नाम चांद से थोड़ी थोड़े से गप्पे। चांद से थोड़ी सी गप्पे हमारा चौथा पाठ നമ്മുടെ ഫോർത്ത് ലെസൺ ഒരു കവിതയാണ്. कविता का नाम चांद से थोड़ी सी गप्पे। एक कविता शमशेर बहादुर सिंह ने लिखा है। यह कविता शमशेर बहादुर सिंह ने लिखा है। 10-11 साल की एक लड़की चांद से बातचीत करता है। 10-11 साल की एक लड़की चांद से बातचीत करता है. ഗപ്പ മീൻസ് എന്താണ്? ചാറ്റ് ചെയ്യുക. ചുമ്മാ അതായത് ചില കുട്ടികളുണ്ട് എന്താണ് തന്നെ ഇരുന്നിട്ട് അവർ എന്തെങ്കിലുമൊക്കെ എന്താണ് പൂക്കളോടും ചെടികളോടും ഒക്കെ സംസാരിക്കുന്ന ചില കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു കൊച്ചു പെൺകുട്ടി എന്താണ് ചാന്ദ് മീൻസ് മൂണാണ്. മൂണിനോട് എന്താണ് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് ഈ കവിത ഇത് പറയുന്നത്. शमशेर बहादुर सिंह हिंदी के प्रसिद्ध साहित्यकार है. देखो बच्चों, गोल है खूब मगर आप तिरछे नजर आते हैं जरा. आप पहने हुए ये कुल आकाश तारों जड़ा. सिर्फ मुंह खोले हुए है अपना गोरा चिट्ठा गोरा मठोल. देखो बच्चों, इस कविता में 10-11 साल की एक बेटी चांद से बातचीत करता है. गोल है खूब मगर आप तिरछे नजर आते हैं जरा. आप पहने हुए हैं कुल आकाश तारों जड़ा. सिर्फ मुख खोले हुए हैं अपना गोरा चिट्टा गोल मठोल. चांद मीन्स मूना. चांद मीन्स मून. चांद मून. गप मीन्स चांद गप चांद. कुल मीन्स എന്താണ്? കുൽ മീൻസ് ഫുൾ എന്നുള്ളതാണ്. കുൽ ഫുൾ മുഴുവനും എന്നുള്ളതാണ്. പൂജ. ആകാശ് മീൻസ് നിങ്ങൾക്കറിയാം ആകാശ് സ്കൈ. താര മീൻസ് താര സ്റ്റാർസ്. ഗോൾ മീൻസ് റൗണ്ട് ആണ്. ഗോൾ राउंड. देखो बच्चों, हमारा चौथा पाठ चांद से थोड़ी सी गप्पे एक कविता शमशेर बहादुर सिंह ने लिखा है. इस कविता में 10-11 साल एक बेटी चांद से बातचीत करता है. ഈ കവിതയിൽ 11 വയസ്സുള്ള 10-11 വയസ്സുള്ള ഒരു ലഡ്കി പെൺകുട്ടി ചാന്ദിനോട് മൂണിനോട് എന്താണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതായിട്ടാണ് കവിത. चांद मून जब चांद तारा स्टार्स. फुल मीन्स फुल. गोल मीन्स राउंड. आकाश स्काई. देखो, गोल है खूब मगर आप तिरछे नजर आते हैं जरा. आप पहने हुए हैं कुल आकाश तारों जड़ा. सिर्फ मुंह खोले हुए हैं अपना गोरा चिट्टा गोल मठोल. എന്താണ് പറയുന്നത്? ലഡ്കി कहती है कि ലഡ്കി പെൺകുട്ടി പറയുന്നത് എന്തെന്നാൽ എന്താണ്? आप एकदम गोला है. आप एकदम गोला है पर फिर जरा तिरछे नजर आते. आप तिरछे नजर आते എന്താണ്? ചിലപ്പോൾ നിങ്ങൾ മൂണിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂൺ എങ്ങനെയാണ്? ചില ദിവസങ്ങളിൽ എങ്ങനെയാണ്? നല്ല ഫുൾ മൂണായിരിക്കും. റൗണ്ട് ഷേപ്പിൽ അല്ലേ, വലിയ വട്ടത്തിൽ അല്ലേ, അമ്പിളിമാമൻ. നമ്മൾ
അപ്പോഴെന്താണ് നല്ല വട്ടത്തിൽ പൂർണ്ണചന്ദ്രനായിട്ട് നിൽക്കുന്ന ദിവസമുണ്ട് അല്ലേ? പൂർണ്ണചന്ദ്രനായിട്ട് അല്ലേ? ഫുൾ റൗണ്ട് ഷേപ്പിൽ. പിന്നെ വന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ പകുതിക്ക് ഇങ്ങനെ വളഞ്ഞ ഷേപ്പിൽ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ മൂണിനെ ഇല്ലേ? ഇങ്ങനെ ഇത് ആദ്യമേ ചെറുതായി പിന്നെ ഇച്ചിരി ഇവിടെ വലുതായി പിന്നെ അങ്ങനെ വന്നിട്ട് ഫുൾ മൂണാണ് ഇല്ലേ? അപ്പോൾ गोल है खूब मगर आप तिरछे नजर आते हैं जरा आप पहने हुए हैं कुल पूरा आकाश तारे जड़ा सिर्फ मुंह खोले हुए हैं अपना गोरा चिट्टा गोल मडोल लड़की किससे बात कर रही है? लड़की किससे बात कर रही है? लड़की चांद से बात कर रही है. लड़की किससे ആരോടാണ് ബാത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? लड़की चांद से बात कर रही है. लड़की कहती है कि आप एकदम गोल है. फिर പിന്നീട് അങ്ങനെയാണ് തിർച്ച നസർ അല്ലേ? പിന്നെ എന്താണ് ഇങ്ങനെ വളഞ്ഞ് ഇരിക്കുന്ന ഷേപ്പിൽ കാണാം. പിന്നെ പിന്നെന്താ പറയുന്നത്? ആ പെഹനെ ഹുയേ ഹേ കുൽ പൂരാ ആകാശ് താരോ ജഡ അല്ലേ? ഫുൾ ആകാശ്. എന്താണ് ഈ ആകാശം മുഴുവനും ഇല്ലേ? അവിടുത്തെ വസ്ത്രമാണോ ഇല്ലേ? എന്താണ് പറയുന്നത്? തിർച്ചേ നസർ ആതാ ഹേ താരോ ജഡ ആകാശ് ആക്കി പോഷാക് ഹേ ഇല്ലേ? ആകാശം എന്ന് പറയുന്നത് അവിടുത്തെ വസ്ത്രമാണോ ഇല്ലേ? പോഷാക് മീൻസ് ഡ്രസ്. പോഷാക് എന്താണ്? ഡ്രസ്. इस पोशाक को ले सिर्फ मुंह खोले अपना गोरा चिट्टा. അപ്പോൾ എന്താണ് ഈ ആകാശത്തിനിടയിൽ കൂടി അല്ലെങ്കിൽ എന്താണ് ആകാശം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളും ആകാശവും എന്താണ് മൂണിന്റെ വസ്ത്രമാണെന്ന് അല്ലേ? അതിലുള്ള അല്ലേ വസ്ത്രമാണെന്നാണ് കുട്ടി ചോദിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? എന്നിട്ട് ഈ ആകാശം ഈ വസ്ത്രത്തിനിടയിലൂടെ ഇടയ്ക്ക് അവിടുത്തെ മുഖം തെളിഞ്ഞു വരും. എങ്ങനെയാണ്? ഗോരാ ചിട്ട ഗോൾ മഠോൾ. लड़की कहती है कि आप एकदम गोल है. फिर नजर പിന്നെ ദൃഷ്ടിക്കണോ? പിന്നെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? തിർച്ച നസർ അല്ലേ? ചിലപ്പോൾ നോക്കുമ്പോൾ വളഞ്ഞ് ഇരിക്കും. പിന്നെ താരേ ജഡ സിർഫ് മുഖ് खोले हुए है अपना तारों जड़ा सिर्फ अല്ലേ? पूरे आकाश आप पहने हुए है. पहना मीൻസ് ടു വിയർ ധരിക്കുക അല്ലേ? ധരിച്ചിരിക്കുകയാണോ? ഈ ആകാശം മുഴുവനും ഡ്രസ്സായിട്ട് അല്ലേ ധരിച്ചിരിക്കുകയാണോ താരോ നക്ഷത്രങ്ങളെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താണ്? ആ വസ്ത്രത്തിനിടയിലൂടെ, വസ്ത്രം എന്ന് പറഞ്ഞാൽ ആകാശത്തിനെ ഉദ്ദേശിച്ചിരിക്കുന്നു. പിന്നെ ആ വസ്ത്രത്തിനിടയിലൂടെ എന്താണ് അവിടുത്തെ മുഖം ഇടയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. ആദ്യം ഫുൾ എന്താണ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞെങ്കിൽ ഫുൾ മൂണായിട്ട് കാണും എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യന് ലഡ്കി കിസ്സെ ബാത് കർ രഹി ഹൈ? ലഡ്കി चांद से बात कर रही है. चांद कैसा है और कैसा नजर आता है? चांद कैसा है और कैसा नजर आता है? चांद എങ്ങനെയാണ്? ചാന്ദ് മൂൺ എങ്ങനെയാണ്? ഗോളാണ്, ഫുള്ളാണ് അല്ലേ? റൗണ്ട് ഷേപ്പിലാണ്. ചാന്ദ് ഗോൾ है लेकिन कुछ तिरछा नजर आता है. चांद की पोशाक कैसी है? चांद की पोशाक चांदिന്റെ पोशाक ഡ്രസ് എങ്ങനെയുള്ളതാണ്? पूरा आकाश चांद की पोशाक है. എന്താണ്? पूरा आकाश चांद की पोशाक है അല്ലേ? ആകാശം മുഴുവനും എന്തിന്റെ മൂണിന്റെ ഡ്രസ്സാണ്. जिसमें तारे जड़े हैं. അതിൽ എന്തുകൊണ്ട്? നക്ഷത്രങ്ങളും ഉണ്ട്. आपको समझा है? एक बार देखो. गोल है खूब मगर आप तिरछे नजर आते हैं जरा आप पहने हुए हैं कुल आकाश तारों जड़ा सिर्फ मुंह खोले हुए हैं अपना गोरा चिट्टा गोल मटोल. देखो बच्चों, अपनी पोशाक को फैलाए हुए चारों स्मित आप कुछ तिरछे नजर आते हैं जाने कैसे खूब है गोकी. अपनी पोशाक ड्रेस
dress. Nazar means देखना, vision, nazar. अपनी पोशाक को फैलाए हुए चारों में आप कुछ तिरछे नजर आते हैं, जाने कैसे खूब है गोकी। यानी बीडम फिर लड़की कहती है, चांद से कहती है, आप अजीब है, पता नहीं कैसे तिरछे नजर आता है. എന്താണ് അറിയുന്നില്ല അല്ലേ, ഇതെങ്ങനെയാണ് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ റൗണ്ടി വരും, പിന്നെ ഫുള്ള് വളഞ്ഞിരിക്കും, അതൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളെ എന്താണ് എന്താണ് ഞങ്ങളെ എന്താണ് വിഡ്ഢികൾ ആക്കരുത്. वाह जी वाह, हमको बुद्धू ही निरा समझा है, हम समझते ही नहीं जैसे कि आपको बीमारी है. എന്താണ് കുട്ടി പറയുന്നത്? आप मुझे मूर्ख मत समझिए. അവിടുന്ന് ഞങ്ങളെ എന്താണ് ഫൂളാക്കരുത് അല്ലെ, വിഡ്ഢികളാക്കരുത് അല്ലേ, ഞങ്ങൾ വിഡ്ഢികളാന്ന് കരുതരുത്. हमको बुद्धू ही निरा समझा है, हम समझते ही नहीं जैसे ही आपको बीमारी है. എന്താണ് मैं जानती हूँ, എനിക്ക് തോന്നുന്നു അതാണ് മൂണിന് അല്ലെ, അവിടുന്ന് എന്തോ ഒരു അസുഖമായിരിക്കും. ബീമാരി മീൻസ് എന്താണ് രോഗം അല്ലേ. देखो बच्चों, अपनी पोशाक को फैलाए हुए चारों में आप कुछ तिरछे नजर आते हैं, जाने कैसे खूब है गोकी. वाह जी वाह, हमको बुद्धू ही निरा समझा है, हम समझते ही नहीं जैसे कि आपको बीमारी है. എന്താണ് अपनी लड़की ഫിഫി कहती है, വീണ്ടും പറയുന്നു आप अजीब है, पता नहीं कैसे അല്ലേ, വിചിത്രമായിരിക്കില്ലേ, സ്പെഷ്യലാണ് അല്ലേ. തീർച്ചയായും വീണ്ടും ഇതിങ്ങനെ വരും, ഫുള്ളാകും, പിന്നെ റൗണ്ട് പകുതി ഹാഫ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ കാണത്തില്ല അല്ലേ അല്ലേ. ഫുൾ മൂൺ ഉണ്ടല്ലോ, പൂർണ്ണയന്തരം വരും, പിന്നെ മൂണില്ലാത്ത ദിവസമുണ്ട് അല്ലേ, അമാവാസി. मैं जानती हूँ कि आपको कोई बीमारी, ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ അസുഖമാണ്. അതായത് കുട്ടി തന്നെയാണ് മൂന്നുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതായിട്ടാണ്. കൊച്ചുകുട്ടികൾക്ക് ചില കൊച്ചുകുട്ടികൾക്ക് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. സ്വന്തമായിട്ടിരുന്ന് അവർ ചെടികളോടോ പൂക്കളോടോ പിന്നെ പ്രകൃതിയോടൊക്കെ സംസാരിച്ചുകൊണ്ടിങ്ങനെ നടക്കുകയും അല്ലേ, അവർ തന്നെ ആൻസർ പറയുകയും ചെയ്യും. देखो आप करते हैं तो करते ही चले जाते हैं, और बैठते हैं तो बस यानी कि बैठते ही चले जाते हैं. दम नहीं लेते हैं जब तक बिल्कुल ही गोल न हो जाए. बिल्कुल गोल यह मरज आपका अच्छा ही नहीं होने में आता है. आप घटते हैं तो कटते ही चले जाते हैं, और बैठते हैं तो बस यानी कि बैठते ही चले जाते हैं അല്ലേ. വലുതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വലുതായിട്ടങ്ങ് വരും. അതായത് ഫുൾ മൂൺ വരുന്നവർക്ക് എങ്ങനെയാണ്, പിന്നെ വലുതായിട്ട് പിന്നെ പെട്ടെന്ന് വലുതായിട്ട് റൗണ്ടിൽ പെട്ടെന്ന് വരുന്നുണ്ട്. लड़की कहती है जब आप करना शुरू करते हो तो करते ही चलते चलते जाते എന്താണ് ഓർ ബെഡ്ന പെട്ടെന്നാണ് വലിപ്പം വയ്ക്കുന്നത് അല്ലേ. ദം നഹി, ദം മീൻസ് എന്താണ് ശ്വാസമാണ്. ബെഡ്ന ശുരു കർത്താ തബ് തക് ബെഡ്താ ഹൈ, ജബ് തക് ബിൽകുൽ ഗോൾ ന ഹോ ജായേ, ചിലപ്പോൾ എന്താണ് ആ ഗോൾ റൗണ്ട് പെട്ടെന്ന് അങ്ങ് മാറി. ആപ്കി ഒരു ബീമാരി, ഈ അസുഖം അവിടുന്ന് മാറത്തില്ലേ അല്ലേ. ആപ്കി ഒരു ബീമാരി ടീക്ക് ഹി നഹി ഹോത്തി ഹൈ അല്ലേ. അപ്പം നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഫുൾ മൂൺ വരും, അമാവാസി വരും, പിന്നെ എന്താണ് അല്ലേ, എല്ലാ ദിവസവും ഫുൾ മൂൺ ഉണ്ടോ? ഇല്ല. ചിലപ്പം ഈ അമ്പിളിമാമൻ അല്ലെങ്കിൽ അല്ലെ അമ്പിളിമാമൻ എങ്ങനെയായിരിക്കും, പകുതി ഷേപ്പിൽ അല്ലേ, ഫുൾ റൗണ്ടിൽ ഫുൾ മൂൺ ആയിട്ട് അല്ലേ, റൗണ്ട് ഷേപ്പിൽ, പിന്നെ
പിന്നെ ഇച്ചിരൂടെ വലുപ്പത്തിൽ ഇങ്ങനെയാണ് വന്നു ഫുൾ അല്ലേ? അപ്പോൾ ഈ ഒരു അസുഖം മാറത്തില്ലേ ഇല്ല എന്ന് കുട്ടി ചോദിക്കുന്നു. एक कविता शमशेर बहादुर सिंह ने लिखा है। देखो बच्चे, एक बार देखो, गोल है खूब मगर आप तिरछे नजर आते हैं जरा, आप पाने हुए हैं कुल आकाश, तारों जड़ा सिर्फ मुंह खोले हुए है अपना, गोरा चिट्टा गोल मडल. गोरा मीൻസ് എന്താണ്? ഫെയർ ആയിട്ടുള്ള അല്ലേ, വൈറ്റ് കളർ അല്ലെ, നല്ല നിറത്തിൽ അല്ലേ ഇരിക്കുന്നത് കാണുന്നത്. രാവിലെ നല്ല തെളിച്ചല്ലേ മൂണിന്. लड़की एक बार ध्यान दीजिए, लड़की कहती है कि आप एकदम गोल है, फिर जरा तिरछे नजर आते हैं. ഒരു ദിവസം അല്ലേ പെട്ടെന്ന് ഗോളാവുന്നു, പിന്നെ തിരിച്ച് വളഞ്ഞിരിക്കുന്നു ഇല്ലേ. ഈ ആകാശം മുഴുവനും അവിടുത്തെ ഡ്രസ്സാണോ അതിലെന്തോ ഉണ്ട്, ഈ ഡ്രസ്സിനുള്ളിൽ നക്ഷത്രങ്ങളുണ്ട്, ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. इसे पोशाक अपने चारों ओर इस तरह फैला रखा है ले. इसे बीच बस इसका गोरा चिट्टा അതിനിടയിൽ കൂടി ഗോരാ ചിട്ട ഗോൽമടോ ചെഹര അല്ലെ, മുന്നിൻ്റെ ആ മുഖം കാണും ഈ വസ്ത്രത്തിനുള്ളിൽ കൂടി. അപ്പം എന്താണ് ഈ മേഘക്കൂട്ടം വന്ന് എന്താണ് അമ്പിളിമാവിനെ മറയ്ക്കും. പിന്നെ ആ മേഘം മാറി നമ്മളെ അത് വീണ്ടും നമുക്ക് തെളിഞ്ഞു വരും. നിങ്ങൾ പ്രകൃതിയൊക്കെ അല്ലെ രാത്രിയിലൊക്കെ മൂന്നിനെ ഒന്ന് വാച്ച് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. अपनी पोशाक को फैलाए हुए चारों स्मित आप कुछ तिरछे नजर आते हैं, जाने कैसे खूब है कोकी वो जीवा हमको बुद्धू की निरा समझा है, हम समझते ही नहीं जैसे कि आपको बीमारी है. എന്താണ് आपकी पोशाक फैलाए हुए അല്ലേ, നാലുപാട് അവിടുത്തെ വസ്ത്രം ഇങ്ങനെ അല്ലേ, ആകാശം നമുക്ക് ഇത് തിരുത്തപ്പെടുത്താൻ പറ്റുമോ? ഇല്ല ഇല്ല, ഇങ്ങനെ വ്യാപിച്ച് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ചാരോമോർ അപ്നി പോഷാക്കോ ഫെയിലായ അവിടുത്തെ ഡ്രസ് ഇങ്ങനെ അല്ലേ നാലുപാടും സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ആ കുछ तिरछे नजर आते हैं, जाने कैसे खूब है कोकी वाह जी वाह हमको बुद्धू ही निरा समझा है അല്ലേ. ഞങ്ങളിങ്ങനെ മണ്ടരാന്നും ധരിക്കരുത്. आपको कोई बीमारी है, आप करते करते हैं तो करते ही चले जाते हैं, और बैठते हैं तो बस यानी कि बैठते ही चले जाते हैं, सांस नहीं लेते हैं तब बिल्कुल ही गोल न हो जाए. बिल्कुल गोल एक मर्द शाप का अच्छा ही नहीं होने में आता है. जब आप घटना शुरू करते हैं तो घटते ही चले जाते हैं, और बढ़ना शुरू करते हैं तो तब तक बढ़ते हैं, जब तक बिल्कुल गोल न हो जाए आपकी एक बीमारी ठीक ही नहीं होती. देखो बच्चे ये पाഠം अच्छी तरह നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. एक कविता शमशेर बहादुर सिंह ने लिखा है. चांद सी जो थोड़ी सी कपे, അതായത് ചന്ദ്രനോട് കൊച്ചു ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുക അല്ലെ, വർത്താനം പറഞ്ഞ് അത് കുട്ടികൾക്കുള്ള സംശയം അതനുസരിച്ച് അത് ആ കുട്ടികളുടെ സംശയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നു. चांद से थोड़ी सी गप्पे मीन्स चाट. बच्चे इसका अभ्यास प्रश्न देखो. चांद मीन्स मून, चांद मून. निरा मीन्स alone, गप मीन्स चाट, गप चाट. बीमारी मीन्स बीमारी എന്താണ് ഡിസീസ്, बीमारी എന്താണ് ഡിസീസ്, बीमारी ഡിസീസ്. ഗായബ് വാനിഷ്ഡ് അപ്രത്യക്ഷമാകും. ചില സമയങ്ങളിൽ മൂണിനെ കാണത്തില്ല, മേഘക്കൂട്ടം വന്ന് മറിച്ചാൽ മൂണിനെ കാണുമോ? ഇല്ല. പിന്നെ എന്താണ് അമാവാസി ദിനങ്ങളിൽ മൂണിനെ കാണാനും പോവും? ഇല്ല. ഗോര മീൻസ് വൈറ്റ്, ഗോര വൈറ്റ്. पर्याय शब्द चांद चंद्रमा शशि चांद.
सितारा नक्षत्र. नभ आकाश गगन. नभ नभ आकाश गगन. नभ आकाश गगन. उत्तर लिखो. मैंने आपके प्रश्न पूछा है, लड़की किससे बात कर रही है? लड़की किससे बात कर रही है? लड़की ആ കുട്ടി ആരുമായിട്ടാണ് ചാറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ലड़की किससे बात कर रही है? ലड़की किससे बात, किससे मीन्स ആരോട് അല്ലേ? ആരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ലड़की किससे बात कर रही है? लड़की चांद से बात कर रही है. പെൺകുട്ടി ഇല്ലേ? പെൺകുട്ടി ആരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ചാന്ദ് സേ. ചാന്ദ് कैसा है और कैसा नजर आता है ഇല്ലേ? ചാന്ദ് എങ്ങനെയാണ്, പിന്നെ അത് എങ്ങനെയാണ് നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്നത് അല്ലേ? എങ്ങനെയാ വരുന്നത്? ചാന്ദ് ഗോൽ है लेकिन कुछ तिरछा नजर आता है. चांद गोल है. चांद गोल है. कुछ तिरछा नजर आता है. तिरछा नजर आता है. चांद गोल है. कुछ ചിലപ്പോൾ അങ്ങനെയാണ്, കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ വളർന്നിരിക്കും ആണെങ്കിൽ ചെയ്യും. चांद की पोशाक कैसी है? पोशाक मीन्स ड्रेस. चांद की पोशाक कैसी है? चांद की पोशाक എങ്ങനെയാണ്? പൂര ആകാശ് അല്ലേ? ഈ ആകാശം മുഴുവനും ചാന്ദിന്റെ ഡ്രസ്സാണ് അല്ലേ? പൂര ആകാശ് चांद की पोशाक है. पूरा आकाश. पूरा आकाश चांद की पोशाक है. चांद की पोशाक है जिसमें तारे जले हैं. जिसमें तारे जले हैं. पूरा आकाश चांद की पोशाक है जिसमें तारे जले हैं. चांद ने अपनी पोशाक को कैसे पहन रखा है? എങ്ങനെയാണ്? ചാന്ദ് अपनी पोशाक को कैसे पहन रखा എങ്ങനെയാണ്? ചാന്ദ് अपनी पोशाक चारों ओर फैला അല്ലേ? ചാന്ദ് തന്റെ ഡ്രസ്സ് എങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്? പൂര ആകാശമേ ഇല്ലേ? പൂര ആകാശമേ ഇല്ലേ? ചാരോ തരം ഇല്ലേ? ആകാശം നമുക്ക് ഒരു സൈഡിൽ നിന്ന് രണ്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, എപ്പോഴും ഇല്ലേ? 4 വശമായിട്ട് അല്ലേ? ചാന്ദിനെ अपने पोशाक चारों ओर फैला रखा है. उसका गोरा चिट्टा गोल मटोल चेहरा ही दिखाई देता है. गोरा चिट्टा गोल मटोल ഇല്ലേ? നല്ല വൈറ്റ് കളർ ഇല്ലേ? ആ മൂൺലൈറ്റിനൊരു ഇല്ലേ ഭംഗിയല്ലേ കാണാൻ? അപ്പോൾ ഗോര ചിട്ട അല്ലേ? ആ മഞ്ഞ കളർ അല്ലേ? ആ വൈറ്റ് കളർ മൂണിൻ്റെ നിറം നിങ്ങൾക്കറിയാം. അമ്പിളിമാൻ ഫുൾ മൂൺ വരുമ്പോൾ നോക്കിയാൽ മതി. ഗോൽ മടോ ചന്ദ്രൻ എന്താണ്? ഈ ആകാശത്തിൽ കൂടെ കാണാൻ പറ്റുന്നു. ചാന്ദ് സെ ഗപ്പെ കോൺ ലഡ് രഹാ ഹൈ അല്ലേ? ആരാണ് ചാന്തുമായിട്ട് ഗപ്പ ചർച്ച ചെയ്തിങ്ങനെ ഇരിക്കുന്നത്? ലഡ്കി. लड़की ने किससे बात कर रही है? चांद से. चांद के खटने बढ़ने का क्या कारण करता मैं बताए? चांद के खटने बढ़ने का क्या कारण बताना അല്ലേ? പകുതിനെ വളർന്നതിന് എന്ത് കാരണം പറയുന്നത്? ബീമാരി. കവിതയിൽ പറയുന്നത് എന്താണ്? എന്തോ അസുഖമാണെന്ന് അല്ലേ പറയുന്നത് പെൺകുട്ടിയൊപ്പം പറയുന്നത്. चांद खटते खटते कब गायब हो जाता है?
चांद करते करते, चांद करते करते कब 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 गायब, कब गायब हो जाता है। चांद करते करते कब गायब हो जाता है, എപ്പോഴാണ് ചാന്ദ് करते करते ഈ വാക്കുകളെന്ന गायब മീൻസ് എന്താണ്, അപ്രത്യക്ഷമായി പോകുന്നത്, വാനിഷ്ടായി പോകുന്നത് എപ്പോഴാണ്, അമാവാസ്യപ്പോ. എപ്പോഴാണ്, അമാവാസ്യപ്പോ. अमावास्या चांद घटते घटते कब गायब हो जाता है, अमावास्या को। चांद बढ़ते बढ़ते कब गोल हो जाता है, चांद बढ़ते बढ़ते कब गोल हो जाता है, बढ़ना വർദ്ധിച്ച് വർദ്ധിച്ച് അല്ലേ അല്ലേ, മൂന്ന് വലിപ്പം വെച്ച് വരുന്നത് അല്ലേ, ഫുള്ളായിട്ട് കാണുന്നത് എപ്പോഴാണ്, പൂർണിമക്കോ. കടത്തെ കടത്തെ കബ് ഗായബ് ഹോതാ ഹൈ, അമാവാസ്യ അല്ലേ, അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞ് 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 അല്ലേ, അങ്ങനെ വന്നതിന് ശേഷം എന്താണ്, ചാന്ദ് കടത്തെ കടത്തെ എപ്പോഴാണ് അപ്രത്യക്ഷം അങ്ങനെ കാണാതെ വരുന്നത്, ഏത് ദിവസമാണ്, അമാവാസി അല്ലേ, अमावासी दिन में चांद बढ़ते बढ़ते कब गोल हो जाता है, बढ़ते बढ़ते अप्पड़ाना पूर्णिमा को, फुल मून डे पूर्णिमा को। पूर्णिमा पूर्णिमा को गप्पे लड़ाने वाली लड़की को चांद कैसे दिखाता है, എങ്ങനെയാണ് കാണുന്നത്, പെൺകുട്ടി തിരിച്ച ഇങ്ങനെ വളഞ്ഞ്. चांद के पोशाक पर क्या जड़ा है, काले. चांद का चेहरा कैसा है, चांदिന്റെ മുഖം എങ്ങനെയാണ്, चांद का चेहरा कैसा है, चांद का चेहरा गोरा चिट्टा और गोल मटोल है, चांद का चेहरा गोरा गोरा चिट्टा, गोरा चिट्टा और गोल मटोल, गोरा चिट्टा और गोल मटोल. लड़की देखो बच्चे, चांद का चेहरा कैसा है, गोरा चिट्टा और गोल मटोल. चांद का चेहरा गोरा चिट्टा और गोल मटोल है. लड़की चांद से क्या बातें कर रही है, लड़की लड़की चांद से लड़की പെൺകുട്ടി ചാന്ദിനോട് അല്ലേ, മൂണിനോട് എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചാന്ദി ആകാർ പ്രകാർ അല്ലേ, ആകാർ പ്രകാർ ചാന്ദിന്റെ ആ രൂപം, മൂണിന്റെ ആ രൂപത്തിനെ കുറിച്ചും പിന്നെ എന്താണ്, ഉസ്കി പോഷാക്ക് ബാരേമേ, ആ മൂണിന്റെ ഡ്രസ്സിനെ കുറിച്ചുമാണ് പെൺകുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്, ലഡ്കി ചാന്ദ് സേ ഉസ്കെ ആകാർ പ്രകാർ और उसकी पोशाक के बारे में बात कर रही है. आप पहने हुए हैं कुल आकाश के माध्यम से लड़की कहना चाहता है. എന്താണ് പറയുന്നത് ആ വരിയിൽ, ആ പെഹനെ ഹുയേ ഹേ കുൽ ആകാശ്, എല്ലാം ധരിച്ചിരിക്കുകയാണോ ഈ ആകാശം മുഴുവൻ എന്ന് പറയുന്നത് കാരണം എന്താണ്, ചാന്ദ് താരോം സെ ജരി ഹുയി ചാദർ ഓढ़कर बैठा है. चांद की पोशाक चारों दिशाओं फैली हुई है, तुम किसे सही मानते हो, चांद की पोशाक चारों दिशाओं में फैली हुई है. कवि ने चांद से किस दिल लगाई होगी, इस कविता में आई बात
बातों की मदद से अनुमान लगाओ और इसके कारण भी बताओ. അപ്പോൾ കാരണം പറയുന്നുണ്ട്, ദിവസവും പറയുന്നുണ്ട്. പൂർണിമ ദിവസമാണ് നമ്മൾ മൂണിനെ ഫുള്ളായിട്ട് കാണുന്നത്. ചാന്ദ് പൂരി തരഹ് ഗോൾ നസർ ആതാ ഹൈ. അഷ്ടമി സെ പൂർണിമ കെ ബീച്ച്. അഷ്ടമി കഴിഞ്ഞ് പൂർണിമയുടെ ഇടയിൽ ചാന്ദ് തിർച്ച വളഞ്ഞ് ഇരിക്കും. പ്രഥമ സെ അഷ്ടമി കെ ബീച്ച് ചാന്ദ് ബഹുത് പത്തല നസർ. അതായത് അഷ്ടമി പ്രഥമ സെ ആദ്യം തൊട്ട് അഷ്ടമിക്ക് ഇടയ്ക്ക് വരുന്നത് ചാന്ദ് ബഹുത് പത്തല, ഒട്ടും നേർത്ത് ചന്ദ്രകല പോലെ വരുന്നത് അർത്ഥമാണ്. ബിൽക്കുൽ ഗോൾ. കവിത മേ ഇസ്കെ ദോ अर्थ है. गोल എന്ന് വെച്ചാൽ ആകാർ. गोल आकार. गायब होना. ऐसे 3 शब्द सोचकर उसने इसे वाक्य बनाओ. दो अर्थ निकालो. पत्र, चिट्ठी, अंबर, आकाश. देखो बच्चों, पत्र मीन्स പത്രം എന്ന് വെച്ചാൽ എന്താണ്? ലെറ്റർ ഉണ്ട് അല്ലേ? പിന്നെ പത്രം എന്ന് വെച്ചാൽ എന്താണ്? ഇല എന്നുള്ള മീനിങ്ങും ഉണ്ട്. പത്ര മീൻസ് എന്താണ്? ലെറ്റർ ഉണ്ട്. പിന്നെ പത്ര മീൻസ് എന്താണ്? ഇല. അംബർ മീൻസ് അംബർ എന്ന് വെച്ചാൽ ആകാശ് എന്നൊരു മീനിങ് ഉണ്ട്. അംബർ മീൻസ് എന്താണ്? ഡ്രസ് എന്നൊരു മീനിങ്ങും ഉണ്ട് നാനാർത്ഥം പഠിക്കുമ്പോൾ. ഓക്കെ. പത്ര, അതായത് നാനാർത്ഥം അല്ലെ ഭിന്നാർത്ഥ ശബ്ദം, ഒരു വാക്കിന് വ്യത്യസ്തങ്ങളായ മീനിങ് കാണും. പത്ര മീൻസ് ലെറ്റർ എന്നുണ്ട്, പത്ര മീൻസ് ഇല എന്നുണ്ട്. വസന്ത് മേ വൃക്ഷോं से पत्र चढ़ने लगते हैं. चिट्ठी, आज दादी जी का पत्र आया. ले, पत्र मीन्स लेटर, चिट्ठी. अंबर मीन्स वस्त्र. आकाश, അറിയാലോ अंबर आकाश. कनक मीन्स എന്താണ്? സോന. अनुमान और कल्पना. कुछ लोग बड़ी जल्दी चिढ़ जाते हैं. यदि चांद का स्वभाव भी आसानी से चिढ़ जाने का हो तो वह किन बातों से सबसे ज्यादा चिढ़ेगा? चिढ़कर वह उन बातों का क्या जवाब देगा? अपनी कल्पना से चांदनी की ओर से दिए गए जवाब लिखो. देखो बच्चों, यदि चांद का स्वभाव आसानी से छिप जाने का हो तो वो तुच्छ कहे जाते हैं. खटने बैठने की बीमारी की बात सुनकर भी उसे बहुत गुस्सा आएगा. वह चिढ़कर एक ही जवाब देगा कि वह तुच्छा नहीं है और नहीं उसे खटने बैठने की बीमारी है. एक बीमारी नजर का फेर है कि वह हमें तुच्छा नजर आता है. शायद वह हमें ये तो भी कहेगा कि अपनी नजर ठीक करवाने के लिए डॉक्टर के पास जाकर चश्मा लगवा लो. गपशप, गपबाजी, क्या इन दोनों के अर्थों में अंतर है? तुम्हें क्या लगता है? इन शब्दों के अर्थों में मामूली सा अंतर. इस तमिलनाडु व्यत्यास. गप मीन्स हल्की फुल्की बात. गप मीन्स हल्की फुल्की बात. गपशप मीन्स बाजी. गपबाजी मीन्स व्यर्थ की बातों में समय बिताना. व्यर्थ की ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്നതിനാണ് എന്ത് പറയുന്നത്? ഗപ്പ് ബാജി. व्यर्थ की बातों में समय बिताना. बच्चों देखो, चांद से थोड़ी सी गप्पे शमशेर बहादुर सिंह ने लिखा है. यह कविता, इस कविता में 10-11 साल की एक लड़की चांद से बात कर रहा है. लड़की कहता है यह आकाश ले पूरा आकाश चांद का है. ले पूरा आकाश उसका पोशाक है, उसमें तारों चढ़ा है आदि के बारे में बातचीत करता है. आपका वस्त्र पूरा आकाश है जिसमें तारे है. ले നിങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് ഈ ആകാശമാണോ? അല്ലേ,
വസ്ത്രത്തിനുള്ളിൽ കൂടി എന്താണ് അവിടുത്തെ അല്ലേ ആ മുഖം കാണുന്നു. ആപ് ഹമേ ബേവ്കൂഫ് മത് സാ, എന്നിട്ട് എന്താണ് ഞങ്ങളെ അങ്ങനെ വിഡ്ഢികളാക്കരുത് എന്ന് പറയുന്നു. एक बात देखो, आप गोल है खूब मगर आप तिरछे नजर आते हैं जरा, आप पहने हुए है कुल आकाश तारों जड़ा, सिर्फ मुख खोले हुए है अपना गोरा चिट्टा गोल मटोल, अपनी पोशाक को फैलाए हुए चारों स्मित आप कुछ तिरछे नजर आते हैं, जाने कैसे खूब है गोकी, वाह जी वाह हमको बुद्धू ही निरा समझा है, हम समझते ही नहीं जैसे कि आपको बीमारी है, आप करते हैं तो करते ही चले जाते हैं और बैठते हैं तो बस यानी कि बैठते ही चले जाते हैं, दम नहीं लेते हैं जब तक बिल्कुल ही गोल न हो जाए, बिल्कुल गोल एक मर्ज आपका अच्छा ही नहीं होने में आता है. बच्चे मैंने तुमसे एक दो प्रश्न पूछा, आप उत्तर दीजिए. लड़की किससे बात कर रही है? लड़की चांद से बात कर रही है. लड़की किससे बात कर रही है? लड़की चांद से बात कर रही है. चांद कैसा है और कैसा नजर आता है? चांद എങ്ങനെയാണ്? चांद गोल है लेकिन कुछ तिरछा नजर आता है. चांद की पोशाक कैसी है? तुम्हें याद है चांद की पोशाक कैसी है? उत्तर दीजिए. चांद की पोशाक पूरा आकाश है जिसमें तारे जड़ा है, जिसमें तारे जड़ा है, जड़ा है जड़े है. चांद ने अपनी पोशाक को कैसे पहन रखा है? चांद ने अपनी पोशाक कैसे पहन रखा है? चांद ने अपनी पोशाक चारों ओर फैला रखा है. चांद ने अपने पोशाक चारों ओर फैला रखा है. उसका गोरा चिट्टा गोल मटोल चेहरा ही दिखाई देता है. गोरा चिट्टा और गोल मटोल चेहरा ही दिखाई देता है. चांद से जब्बों से कौन लड़ रहा है? चांद से जब्बों से लड़की लड़ रहा है. चांद की पोशाक क्या है? चांद की पोशाक आकाश है. चांद के खटने बैठने का क्या कारण कविता में बताया है? चांद के खटने बैठने का क्या कारण कविता में बताया है? बीमारी. चांद कटते कटते कब गायब हो जाता है? എപ്പോഴാണ് ഇതായി പോകുന്നത്? ഏത് ദിവസമാണ് കാണാറുന്നത്? അമാവാസ്യക്കോ. चांद बढ़ते बढ़ते कब गोल मटोल है? गोल हो जाता है पूर्णिमा को. चांद पूर्णिमा को गोल हो जाता है. चांद का चेहरा कैसा है? तुम्हें याद है? चांद के चेहरा गोरा चिट्ठा और गोल मटोल है. चांद का चेहरा गोरा चिट्ठा और गोल मटोल है. लड़की चांद से क्या बात कर रही है? लड़की चांद से क्या बात कर रही है? लड़की चांद से उसके आकार प्रकार और उसकी पोशाक के बारे में. लड़की चांद से उसके आकार प्रकार और उसकी पोशाक आकार प्रकार अല്ലേ ആ മൂണിന്റെ ഷേപ്പ് ആകാർ പ്രകാർ തഥാ പോഷാക് അല്ലേ ഡ്രസ്സിനെ കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിക്ക് സംശയമാണ്, ചിലപ്പോൾ ഫുൾ മൂണാകും, ചിലപ്പോൾ കാണത്തില്ല, ചിലപ്പോൾ ആകാശത്ത് എന്താണ് വളഞ്ഞു വന്നിട്ട് അല്ലേ ഈ ഒരു ഷേപ്പില് പിന്നെ നേരത്തെ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് നമ്മൾ ഇങ്ങനെ വരും. മറ്റേ ചിലപ്പോൾ ഫുൾ മൂണായിട്ട് റൗണ്ട് ഷേപ്പ്
അപ്പോൾ എന്താണ് लड़की चांद से क्या बातें कर रही है लड़की चांद से उसके आकार प्रकार और उसकी पोशाक के बारे में बातें कर रही है आप पहने हुए हैं कुल आकाश के माध्यम से लड़की कहना चाहता है कि എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് चांद तारों से जड़ी हुई चादर ओढ़कर बैठा है അല്ലേ അതാണ് ഈ നക്ഷത്രങ്ങളാകുന്ന പുതപ്പ് പുതച്ചുകൊണ്ട് ആരിയ്ക്കുന്നു എന്നാ പറയുന്നത് മൂണ് ഇരിക്കുന്നു चांद तारों से जड़ी हुई चादर ओढ़कर बैठा है पिनेंदाना चांद की पोशाक चारों दिशाओं में फैली हुई है तुम किसे सही मानते हो चांद की पोशाक चारों दिशाओं में फैली हुई है बच्चे एक पाठ अच्छी तरह वाचित करो नमस्ते धन्यवाद।